ഗൗരി എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രോ PCM എല്ലാത്തിലും സെപ്പറേറ്റ് 60% എബോവ് വേണോ, അതില്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്. അപ്പോൾ DG ഷിപ്പിംഗ് പറയുന്നത് 55% മതി എന്നാണ്. പക്ഷെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ട്. അതായത് സെപ്പറേറ്റ് ആണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെക്ക് ചെയ്തതിന് ശേഷം കയറുന്നതായിരിക്കും ബെറ്റർ, 60% ഇല്ല എന്നുണ്ടെങ്കിൽ. കാരണം ആസ് പെർ DG ഷിപ്പിംഗ് 60% വേണ്ട, 55 മതി. പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ അതില്ലാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രോ ആഫ്റ്റർ 12th ബയോസയൻസ് ഏതാണ് എടുക്കേണ്ടത് ഫോർ മെർച്ചൻ്റ് നേവി? ചേട്ടാ അതുപോലെ തന്നെ സയൻസിൽ മിനിമം മാർക്ക് വാങ്ങണോ ഇതിൽ ചേരാമെന്ന്. ഇപ്പോൾ +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരുന്ന ഏത് +2 വാങ്ങിച്ചെടുക്കാം. അപ്പോൾ അത് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നമുക്ക് വേണം, 2 വർഷത്തെ കോഴ്സ് അതായത് ഈ +2. പിന്നെ മിനിമം പെർസെൻറ്റേജ് ആസ് പെർ DG ഷിപ്പിംഗ് പറയുന്നത് 55% ആണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ. പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും മിനിമം കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ മിനിമം 70% ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ നമുക്ക് മാർക്ക് ഉണ്ടായാൽ മാത്രമാണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നമ്മൾ ക്രാക്ക് ചെയ്യുള്ളൂ. പക്ഷെ ആ ഒരു മിനിമം, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ആ ഒരു മിനിമം 70% ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്നത് നമ്മുടെ ഒപ്പം വരുന്ന വേറൊരാൾക്ക് 90% ഉണ്ടെന്നുണ്ടെങ്കിൽ അവരാണ്. കാരണം സ്പോൺസർഷിപ്പ് കൊടുത്തിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറി പഠിക്കുന്ന പോലെ പറ്റില്ല. അവർ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളെയാണ് എടുക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മിനിമം അതായത് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ നോക്കിയിട്ട് പഠിക്കാണ്ട് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, എന്ന് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രോ മെർച്ചൻ്റ് നേവി കോഴ്സ് ചേരാൻ +2 ഏത് സബ്ജക്റ്റ് എടുക്കുന്നതാണ് നല്ലതെന്നാണ്. +2 എടുക്കുന്നത് ബയോളജി ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ സയൻസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്ററാണ്. കാരണം കമ്പ്യൂട്ടറിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയും, ഡാറ്റ ഇൻഫർമേഷൻ, കുറച്ചും കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള നോളേജ് അറിയാൻ വേണ്ടി പറ്റും. ബയോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ അറിയാം. നമുക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ട്. എന്നാൽ ടെക്നിക്കൽ നോളേജ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതും ബെറ്ററാണ്. അത് ഏതെടുത്താലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഏതെടുത്താലും കുഴപ്പമില്ല. പിന്നെ സിന്ധു എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിരുന്നത് ബ്രോ 12th ബയോ സ്റ്റുഡൻ്റ് ആണ്, ഇനി ഏത് കോഴ്സാണ് എടുക്കേണ്ടത് മെർച്ചൻ്റ് നേവിയിൽ ചേരാൻ ഫീമെയിൽ ആണെന്നുള്ളത്. അപ്പോൾ +2 ബയോളജി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ DNS എടുക്കുന്നതാണ് ബെറ്റർ. കാരണം BSc നമുക്ക് 3 വർഷം പഠിക്കണം, DNS ആകുമ്പോൾ 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ IMU-CET എക്സാം എഴുതുക, എൻട്രൻസ് എക്സാം ക്ലിയർ ആയതിനു ശേഷം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ട്, സ്പോൺസർഷിപ്പ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിൻ്റെ എക്സാം സെപ്പറേറ്റ് എഴുതിയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുക, DNS എടുക്കുക, പഠിക്കുക, ജോയിൻ ചെയ്യാം. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രദർ ഫ്രം യുവർ പേഴ്സണൽ ചോയ്സ് BSc ഓർ DNS വിച്ച് വൺ ഈസ് ബെറ്റർ ഫോർ ഫ്യൂച്ചർ ആൻഡ് ഓൾ അതർ സ്റ്റെപ്സ്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് എടുക്കുന്നതായിരിക്കും DNS എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSc എന്ന് പറയുന്നത് 3 വർഷത്തെ കോഴ്സാണ്. നമുക്ക് ഈ DNS എടുക്കാൻ ചെയ്യും 1 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് 3 വർഷം ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസയും ഉണ്ടായിരിക്കും, നമുക്കൊരു ഓൺ ബോർഡ് ട്രെയിനിങ് കിട്ടും. നമ്മൾ എത്ര ക്ലാസ്സിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും ഫീൽഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 10 വർഷം നിങ്ങൾ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ട് ഷിപ്പിൽ കയറുന്ന ഒരാളും 2 വർഷം ഷിപ്പിൽ വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരാൾക്കും ഉള്ള നോളേജ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരിക്കും. ഏറ്റവും കൂടുതൽ നോളേജ് ഷെയർ ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഈ 2 വർഷം ഷിപ്പിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കും. അപ്പോൾ DNS എടുക്കുന്നതായിരിക്കും ബെറ്റർ BSc നോട്ടിക്കൽ സയൻസിനെക്കാട്ടിലും. പിന്നെ BSc നോട്ടിക്കൽ സയൻസിന് ഫീസ് കൂടുതലാണ് DNSനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതൊരു ക്രൈറ്റീരിയയാണ്. പിന്നെ എല്ലായിടത്തും നിങ്ങൾക്ക് BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് കിട്ടിക്കൊള്ളുന്നില്ല. DNS എന്ന മിക്ക കോളേജുകളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അല്ലമീൻ എന്ന് പറഞ്ഞ ഒരാൾ ബ്രോ +2 സയൻസ് അല്ലെങ്കിൽ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ +2 സയൻസ് അല്ല പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GP റേറ്റിംഗ് എടുക്കാൻ വേണ്ടി പറ്റും. അത് 10th ബേസ് ആയതുകൊണ്ട് ഇത് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മിനിമം റിക്വയർമെൻ്റ് ആണ്. പിന്നെ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് അറിയണമെന്നാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഷിപ്പിൽ എന്ന് പറയുന്നത്. നമുക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് തന്നെ വേണം. അപ്പോൾ അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. തീരെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിലും സംസാരിക്കാനെങ്കിലും അറിയണം. കാരണം എന്നാലാണ് നമുക്ക് അത്യാവശ്യം 10ാം ക്ലാസ് പാസ്സായ ഒരാൾക്ക് അറിയുന്ന ഇംഗ്ലീഷ് മതി
അത്യാവശ്യം സംസാരിക്കാനും മതി, വേറെ സീനൊന്നുമില്ല. പിന്നെ നമ്മൾ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് ശരിയായിക്കോളും. ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന, പക്ഷേ ഹിന്ദി അറിയണ്ടായിരുന്നില്ല. ഹിന്ദി പറയുന്നത് ഷിപ്പിലെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ പോലും ഇന്ത്യക്കാർ മാത്രം കൂടുന്ന ഭാഗത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഹിന്ദി കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഹിന്ദി അധികം അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ 2 വർഷം കൊണ്ട് നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അത് ബേസിക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഒരാൾ ചോദിച്ചത്, അനു എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഗേൾസിന് പറ്റില്ലേ, ഗേൾസിന് നേവി ജോബ് എന്താണുള്ളതെന്ന്. അപ്പോൾ DNS എന്ന് പറഞ്ഞാൽ എല്ലാ കോഴ്സും, ഇപ്പോൾ എല്ലാ കോഴ്സെന്ന് മാത്രമല്ല ഷിപ്പിലെ എല്ലാ ജോബും ഗേൾസിനും ബോയ്സിനും എല്ലാവർക്കും പറ്റുന്ന ജോബാണ്. ഇപ്പോൾ ഗേൾസിന് വേറെ ജോബ്, ബോയ്സിന് വേറെ ജോബ്, അങ്ങനെയൊന്നുമില്ല. പക്ഷേ DNS എടുത്ത് കയറുന്നത് കുറച്ചും കൂടി ഓഫീസ് ജോബ് ആയതുകൊണ്ട് DNS എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് എൻജിൻ റൂമിലാണ്. എൻജിൻ റൂമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരിക മെഷീനറി വെച്ചിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ മെഷീനറീനെ ഹാൻഡിൽ ചെയ്യുന്നത് പറയുന്നത് പെണ്ണുങ്ങൾക്ക്, അതായത് ഗേൾസിന് പറ്റില്ല എന്നല്ല, മെഷീനറീനെ ഹാൻഡിൽ ചെയ്യുന്നത് ഗേൾസിന് പറ്റില്ല എന്ന് പറയുന്നില്ല. പക്ഷെ കുറച്ചും കൂടിയും കൂടുതൽ നമുക്ക് ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻജിൻ റൂമിൽ വരുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും ചലഞ്ചിങ് ആയിരിക്കും എൻജിൻ റൂമിലെ വർക്ക്. അങ്ങനെ ചലഞ്ചിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷനാണ്. അതല്ല, നമുക്ക് നോർമലായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ DNS എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതല്ലാതെ ഷിപ്പിൽ വേറെ എന്ന് പറയുന്നത് ഗാലി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഗാലി ഡിപ്പാർട്ട്മെൻറ്റിൽ ചീഫ് കുക്ക് ഉണ്ടായിരിക്കും, സെക്കൻഡ് കുക്ക് ഉണ്ടായിരിക്കും. ചീഫ് കുക്ക് എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുന്നതും, സെക്കൻഡ് കുക്ക് എന്ന് പറയുന്നത് റൂം ക്ലീൻ ചെയ്യുക, ഫുഡ് സെർവ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും ആളുടെ വർക്ക് ഉണ്ടാകുക. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. അതിന് വേറെ ക്വാളിഫിക്കേഷനാണ്, അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഫിസാൻ എന്ന് പറഞ്ഞ ഒരാൾ, എനിക്ക് ഐസൈറ്റ് കുറച്ച് കുറവാണ്, സീനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിമം ഐസൈറ്റ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഏതെങ്കിലും ഒരു കണ്ണിന് 6/6 മറ്റേ കണ്ണിന് 6/9 വേണമെന്നാണ് പറയുന്നത്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷിപ്പിലെ വർക്കുകൾ എന്നൊക്കെ പറയാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. ഓരോ രീതിയിലായിരിക്കും. പിന്നെ നാവിഗേഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ബൈനോക്കുലറിലൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും അവർ കൂടുതൽ, അതേമാതിരി ദൂരെയുള്ള ലൈറ്റൊക്കെ നോക്കിയിട്ടായിരിക്കും നാവിഗേഷൻ നടത്തേണ്ടി വരിക. പൈസൈറ്റ് ക്രൂഷ്യലായ ഒരു എലമെൻ്റാണ് ഇതിൽ. പൈസൈറ്റ് ഇല്ലാണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ സാലറി ചോദിച്ചിട്ടുണ്ട്. സാലറി നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ള സാലറി അത് ഓരോ ഷിപ്പിന് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിനിങ്, അതായത് ഈ 18 months ട്രെയിനിങ് ഉള്ള സമയത്ത് ഏകദേശം 50,000 to 60,000 ആയിരിക്കും നിങ്ങളുടെ സാലറി ഉണ്ടാകുക. ഇനി അതിന്ന് മാറി നിങ്ങൾ സെക്കൻഡ് മേറ്റ് ക്ലിയർ ആയിട്ട് തേർഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം 2.5 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെ ആയിരിക്കും സാലറി. ഇതൊക്കെ USD-യിലായിരിക്കും ഉണ്ടാകുക സാലറി. ഞാൻ ഏകദേശം കൺവേർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ റുപ്പീസിലാക്കി പറയുന്നതാണ്. പിന്നെ സെക്കൻഡ് ഓഫീസറായ നിങ്ങളുടെ സാലറി ഉണ്ടാകുക ഏകദേശം 3.5 to 4.5 lakh വരെ ആയിരിക്കും ഉണ്ടാകുക. പിന്നെ അവിടുന്ന് ചീഫ് ഓഫീസറായി കഴിഞ്ഞാൽ 5.5 to 7.5. ഇതൊക്കെ ചീഫ് ഓഫീസർ എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഒരു ബൾക്ക് കാരിയർ ഏറ്റവും കുറഞ്ഞത് കിട്ടുന്നത് ബൾക്ക് കാരിയറും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഗ്യാസ് കാരിയറും ആയിരിക്കും. അപ്പോൾ നല്ല ക്യാഷ് ഡിഫറൻസ് വരും. അതായത് ഇപ്പോൾ ബൾക്ക് കാരിയറിൽ കിട്ടുന്ന ഒരു 6.5 to 7.5 ആണെന്ന് വെച്ചാൽ ഗ്യാസ് കാരിയറിൽ കിട്ടുന്നത് 9.5 to 10.5 ആയിരിക്കും ചീഫ് ഓഫീസറിന്. ഇനി ക്യാപ്റ്റൻ്റെ അടുത്ത് നോക്കുകയെന്ന് വെച്ചാൽ ബൾക്ക് കാരിയറിൽ കിട്ടുന്നത് 9.5 to 10.5 ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് കാരിയറിൽ കിട്ടുന്നത് 13.5 to 15.5 ഒക്കെ ആയിരിക്കും. നല്ല വേരിയേഷൻ വരും നല്ല മേലത്തെ, അതായത് ടോപ്പ് റാങ്കിൽ എത്തുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഒരു എക്സാക്റ്റ് സാലറി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ സീനിയോറിറ്റീനനുസരിച്ചിട്ട് ചേഞ്ച് ആവും. എന്നാലും കൂടിയിട്ട് വെസൽ മാറുന്ന സമയത്ത് സാലറി നല്ല ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു സാലറി പറയാൻ വേണ്ടി പറ്റില്ല, ഒരു റേഞ്ചേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കോളേജ് ഇൻ കേരള എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളയിലുള്ള കോളേജ് എന്ന് പറയുന്നത് എനിക്കറിയാവുന്നത് എന്ന് പറയുന്നത് ഷിപ്പ് യാർഡിലുള്ള കോളേജും കൊച്ചിൻ ഷിപ്പ് യാർഡിലുള്ള കോളേജും, പിന്നെ എന്ന് പറയുന്നത് യൂറോടെക്കുമാണ്. അവിടെ പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അവരൊന്നും സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. നിങ്ങൾ പുറത്തുനിന്ന് ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം പഠിക്കേണ്ടി വരും അവിടെ.